നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിലോയ്ക്ക് 2000 രൂപ വരെയും കേരളത്തിലെ പുരയിടങ്ങളിൽ കാണുന്ന ഈ ചെടി നിസ്സാരക്കാരനല്ല. നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ശതാവരി. ലില്ലിയോസി എന്ന സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന ശതാവരിയുടെ ശാസ്ത്രീയ നാമം അസ്പറാഗസ് റസിമോസസ് എന്നാണ്. നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയതാണ് ശതാവരി കിഴങ്ങുകൾ. ശതാവരിയുടെ ഇലയും ആയുർവേദ മരുന്നുകളിൽ ചേർക്കാറുണ്ട്. ദഹനാരോഗ്യം, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, വൃക്കയുടെ ആരോഗ്യം എന്നിവയ്ക്ക് ശതാവരി നല്ലതാണ്. കേരളത്തിലെ പുരയിടങ്ങളിൽ ഇത് കാണാറുണ്ട്. എന്നാൽ പലർക്കും തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ കാട്ടുചെടിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായും വളരുന്നത്. നേർത്ത ശാഖകളുള്ള ഇവയുടെ ഇലകൾ മുള്ളുകൾ പോലെയും പൂക്കൾ കുലകളായുമാണ് വിരിയാറ്. 5 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇതിൻ്റെ വിത്തുകൾ പാകേണ്ടത്. ഒരു ദിവസം ഗോമൂത്രത്തിൽ ഇട്ടുവെച്ച വിത്തുകൾ പാകിയാൽ കൂടുതൽ മുളകൾ ഉണ്ടാകും. പാകിയ ശേഷം നേർത്ത മൺപാളി കൊണ്ട് മൂടണം. കൃത്യസമയങ്ങളിൽ നനച്ചു കൊടുക്കേണ്ടതുണ്ട്. 1 ഹെക്ടർ സ്ഥലത്ത് 7 കിലോ വിത്തുകൾ നടാൻ സാധിക്കും. വിതച്ച് 30 ദിവസത്തിനുള്ളിൽ വിത്തുകൾ മുളയ്ക്കും. 45 ദിവസത്തിന് ശേഷം തൈകൾ പറിച്ചെടുത്ത് നടാം. ചെടികൾ തമ്മിൽ 15 സെൻറ്റിമീറ്റർ അകലത്തിൽ ചാലുകൾ ഉണ്ടാക്കി വേണം നടാൻ. ചെടികൾക്ക് താങ്ങ് കൊടുക്കണം. 1 വർഷത്തിനുള്ളിൽ വിള പാകമാകും. എന്നാൽ മണ്ണിന് മുകളിലുള്ള ഭാഗങ്ങൾ ഇളം മഞ്ഞയാകുന്നതാണ് കിഴങ്ങുകൾ പറിച്ചെടുക്കാൻ ഉത്തമമായ സമയം. ഉണങ്ങിയ ശതാവരി കിഴങ്ങിന് 100 ഗ്രാമിന് ഏകദേശം 250 രൂപ മുതൽ 300 രൂപ വരെയാണ്. 1 കിലോഗ്രാമിന് 1900 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ വില. ഗുണനിലവാരം, ഉണങ്ങിയ രീതി, ബ്രാൻഡ് എന്നിവ അനുസരിച്ച് വിലയിൽ മാറ്റം വരാം. വീഡിയോ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.